ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. പുതിയ പാഠപുസ്തകമാണ്. ബേസിക് സയൻസിലെ ലാസ്റ്റ് ചാപ്റ്റർ അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ്, 5ാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 5 അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ആണ് ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് എക്സ്പ്ലനേഷനും ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ചാപ്റ്റർ 2 ക്ലാസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പാർട്ട് 1 ക്ലാസ് ആണ്. പാർട്ട് 2 ക്ലാസ്സിലായിരിക്കും ബാക്കി ഭാഗം ഉണ്ടായിരിക്കുക. ഓക്കെ, അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം. അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ്. ആദ്യം തന്നെ നമുക്കൊരു ഡൈനിങ് ടേബിൾ തന്നിട്ടുണ്ട്. അവിടെ 3 ആളുകളെയും കാണാം അല്ലേ? അവരെന്താണ് പറയുന്നത് നോക്കാം. Dad, why are so many items mixed in this snack? I don't like some of them at all. അപ്പോൾ ഈ സാധനം ഇത് മിക്സ്ചർ ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് അറിയാലോ. നമ്മളൊക്കെ കഴിക്കുന്ന സ്നാക്ക് തന്നെയാണ്. ഇതിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഐറ്റം മിക്സ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഈ കുട്ടി ഡാഡിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. It is this speciality of the snack that later gave its name, my dear. അപ്പോൾ എന്താ പറയുക, ഇതാണ് ഈ സ്നാക്കിൻ്റെ സ്പെഷ്യാലിറ്റി, പിന്നീട് പേര് പറഞ്ഞു തരാമെന്ന് പറയാണ്. ഇതാണ് നമ്മുടെ ഇവിടെ കിട്ടുന്ന മിക്സ്ചർ കേട്ടോ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നില്ലേ, അത് തന്നെയാണ് സംഭവം. You might have guessed what the boy is talking about. What are the different items in this snack? Examine the snack and find out the items in it. Discuss in groups and make a list. അപ്പോൾ ഇതിൽ ഈ കുട്ടി ചോദിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഇവരുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് എന്നുള്ളത് നമ്മൾ എഴുതണം. ഗ്രൗണ്ട് നട്ടും ഫ്രൈഡ് ഗ്രാമും അവർ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് കറി ലീവ്സ്, സോൾട്ട്, ചില്ലി പൗഡർ, ബൂന്തി. ഓക്കെ, പിന്നെയും ഐറ്റംസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ എഴുതാം കേട്ടോ. നെക്സ്റ്റ്, വി യൂസ് വെറൈറ്റി ഓഫ് ഐറ്റംസ് ലൈക്ക് ദിസ് ഇൻ അവർ ഡെയിലി ലൈഫ്. You already know many items that are used for preparing food. Haven't you noticed that new substances are produced by mixing different items in the field of agriculture, health, construction, etc.? Observe the picture. You are familiar with these substances, aren't you? അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാൻ നമുക്കറിയാം, വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ഫുഡ് ഐറ്റം തന്നെ പ്രിപ്പയർ ചെയ്യണത്. സെയിം അതേപോലെ തന്നെയാണ് നമ്മൾ അഗ്രികൾച്ചറിൽ ഒരു സാധനം ആണെങ്കിലും, അതുപോലെ ഹെൽത്ത് സെക്ടറിലാണെങ്കിലും, നമ്മൾ വീട് പണിയോ കൺസ്ട്രക്ഷനോ അതിലാണെങ്കിലും ഒരു സാധനമല്ല, പല സാധനങ്ങളും മിക്സ് ചെയ്തിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് അല്ലേ. സോ ഇവിടെ വിച്ച് ആർ ദ സബ്സ്റ്റൻസസ് യൂസ്ഡ് ടു മേക്ക് കോൺക്രീറ്റ് എന്ന് തന്നിട്ടുണ്ട്. കോൺക്രീറ്റ് മേക്ക് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം? സിമെൻറ്റ് അവർ തന്നിട്ടുണ്ട്, മെറ്റല്, സാൻഡ്, വാട്ടർ, ഗ്രേവൽ. ഇതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, വിച്ച് ആർ ദ ഹൗസ് ഹോൾഡ് ബയോവേസ്റ്റ് യൂസ്ഡ് ടു മേക്ക് കമ്പോസ്റ്റ്. കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ ഹൗസ് ഹോൾഡ് വേസ്റ്റ് ഉപയോഗിക്കാം എന്നാണ്. വീട്ടിൽ വെജിറ്റബിൾ വേസ്റ്റ് അത് എഴുതിയിട്ടില്ല, ഞാൻ പറയാം. വെജിറ്റബിൾ വേസ്റ്റ്, അതുപോലെ തന്നെ ഡങ് ഉണ്ടെങ്കിൽ, ചാണകത്തിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ, ബയോ വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാക്കി വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള മീറ്റിൻ്റെ വേസ്റ്റോ അങ്ങനെ എന്ത് വേസ്റ്റ് ആണെങ്കിലും, ചപ്പ് ചവറുകൾ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. What are the peculiarities of concrete, compost and mixture? Aren't they made by mixing more than one substance? Discuss. അപ്പോൾ ആണല്ലേ, more than one substance ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. They are made by mixing of more than one substance. ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ വെച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ്, അവിടെ നിങ്ങൾക്ക് 2 ഡിഷസ് തന്നിട്ടുണ്ട്. ഒന്ന് സാലഡാണ്, സലാഡും അതുപോലെ മാംഗോ പിക്കിളുമാണ്. സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. മാംഗോ പിക്കിളിനും അതുപോലെ തന്നെയാണ്. വിച്ച് ആർ ദി ഇൻഗ്രീഡിയൻസ് യൂഷ്വലി യൂസ്ഡ് ഇൻ സാലഡ് ആൻഡ് മാംഗോ പിക്കിൾ. അപ്പോൾ നമുക്ക് നോക്കാം സാലഡിൽ എന്തൊക്കെ ഐറ്റംസ് ആണ്, ഇൻഗ്രീഡിയൻസ് ആണ്, മാംഗോ പിക്കിളിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ളത്. സാലഡ് ഉണ്ടാക്കാൻ ഓണിയൻ, ടൊമാറ്റോ, കുക്കുംബർ, ക്യാരറ്റ്, ഗ്രീൻ ചില്ലി, കേർഡ്, സോൾട്ട്. ഇത് കൂടുതൽ ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അതിലവർ പല ലീവ്സ് വിട്ടിട്ടുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. മല്ലിയില പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്തത് നമുക്ക് മാംഗോ പിക്കിൾ ആണെങ്കിൽ മാംഗോ, ഗ്രീൻ ചില്ലി, ഗാർലിക്, മസ്റ്റാർഡ്, ഫെനുഗ്രീക്ക്, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, സോൾട്ട്, വിനീഗർ. ഓക്കെ,
ഇനി അടുത്തത്, aren't the ingredients and their quantity important in making the food delicious? ആണ്. യെസ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊരു അളവുണ്ട്. അളവിൽ വെച്ചാൽ മാത്രമേ നമുക്കൊരു സാധനം എപ്പോഴും നല്ല രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ യെസ് കൊടുക്കുക. ഇനി ലെറ്റ്സ് പ്രിപ്പയർ എ സാലഡ്. സാലഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആൻസറാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കേട്ടോ. ഈ പറയുന്ന സാലഡ് ഇവിടെ എഴുതിക്കുന്നുണ്ടല്ലേ, ഇത് തന്നെ അവിടെ എഴുതിയാൽ മതി. എന്തൊക്കെ വേണമെന്നുള്ള ഒണിയൻ, ടൊമാറ്റോ, കുക്കുംബർ, ക്യാരറ്റ്, ഗ്രീൻ ചില്ലി, കേർഡ്, സോൾട്ട്. അത് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ. സാലഡ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് റിക്വയർഡ് കൊടുക്കുക. എന്നിട്ട് ക്ലാസ്സിൽ ഓരോ ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് നിങ്ങളത് റെസിപ്പി ഉണ്ടാക്കി ദെൻ അത് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ദ റെസിപ്പി ഓഫ് സാലഡാണ്. സാലഡിൻ്റെ റെസിപ്പിയൊക്കെ എഴുതിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിച്ചാൽ മതി. നെക്സ്റ്റ് വരുന്നത് ആൻസർ എഴുതിയിട്ടുണ്ട് കേട്ടോ, നോക്കി നോട്ട് ചെയ്യുക. You have prepared the salad by mixing different substances in different ways. The food we eat daily is made up of many such substances. List more examples. Discuss on how to prepare a mango pickle. Write the recipe and present it in the class. ഇതുപോലെ മാംഗോ പിക്കിൾ ഉണ്ടാക്കേണ്ട റെസിപ്പിയും നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത്, You have understood that concrete compost mixture, salad and mango pickle have more than one component. അപ്പോൾ ഇത് ഒന്നും ഒരു സാധനം വെച്ച് ഉണ്ടാക്കുന്നതല്ല. ഇതിലെല്ലാം ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ട്. All these are mixtures. ഇതിനെല്ലാം നമ്മൾ എന്തെന്ന് പറയും? മിക്സ്ചേഴ്സ് എന്ന് പറയും. Similarly, there are many substances around us that are composed of more than one component. അത് നമ്മുടെ ചുറ്റും ഒരുപാട് സാധനങ്ങളുണ്ട് ഒന്നിൽ കൂടുതൽ ഐറ്റംസ് വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കമ്പോണൻറ്റ് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? മിക്സ്ചേഴ്സ് എന്നാണ് വിളിക്കുക. എ മിക്സ്ചർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസ് ആയിരിക്കില്ല, ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ചായ ഉണ്ടാക്കാനാണെങ്കിൽ, ഒരു ടീ ആണ് എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ, ടീ നമ്മൾ വെറും പാല് തിളപ്പിച്ചാൽ ടീ ആവില്ലല്ലോ. എന്തൊക്കെ വേണം? മിൽക്ക്, അതുപോലെ ടീ പൗഡർ, ഷുഗർ അല്ലേ, ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റൂ? ഒരു ചായ ഉണ്ടാക്കാൻ പറ്റൂ. അങ്ങനെ അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇനി ലെറ്റ്സ് മേക്ക് മിക്സ്ചേഴ്സ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് തന്നിരിക്കുന്നു. വാട്ടർ, സോൾട്ട്, ഷുഗർ, ചോക്ക് പൗഡർ, ലെമൺ, ബ്ലൂ വിട്രിയോൾ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അയൺ പൗഡർ, റവ, ഗ്രീൻ ഗ്രാം, ബംഗാൾ ഗ്രാം, പാഡി, ട്രാൻസ്പെറൻറ്റ് വെസൽസ്, ഗ്ലാസ് ടംബ്ലേഴ്സ്, സ്മോൾ വെസൽസ് ആൻഡ് സ്പൂൺസ്. ഇനി പ്രിപ്പയർ ഡിഫറെൻറ്റ് മിക്സ്ചേഴ്സ് ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ സൂട്ടബിൾ കണ്ടെയ്നേഴ്സ്. മിക്സ്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ഇതുപോലെ മിക്സ്ചേഴ്സ് ഒരു ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് ഈ കമ്പോണൻസ് വെച്ചിട്ട്, ഇവിടെ തന്നിരിക്കുന്ന കോമ്പോണൻസ് വെച്ചിട്ട് മിക്സ്ചേഴ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അവർ ആദ്യം തന്നിരിക്കുന്ന മിക്സ്ചർ ലൈം ജ്യൂസ് ആണ്. ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ ലെമൺ, ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് വെച്ച് ഉണ്ടാക്കും. ഷുഗർ ഓർ സോൾട്ട്, വാട്ടർ. നെക്സ്റ്റ് നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ആണ്. അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റും വാട്ടറും ആവശ്യമാണ്. നെക്സ്റ്റ് വാട്ടറും ചോക്ക് പൗഡർ മിക്സ്ചറാണ്. അതിൽ വാട്ടറും ചോക്ക് പൗഡറും മതി. നെക്സ്റ്റ് പാഡി റവ മിക്സ്ചറാണ്. അതിൽ പാഡിയും റവയുമാണ് കോമ്പോണൻസ്. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്യുക ആവശ്യമുള്ളവർ. നെക്സ്റ്റ് വരുന്നത്, ഡു ഓൾ ദ ഇൻഗ്രീഡിയൻസ് ഇൻ ദ മിക്സ്ചേഴ്സ് യു ഹാവ് പ്രിപ്പയർഡ് ബിലോങ് ടു ദ സെയിം സ്റ്റേറ്റ് ഓഫ് മാറ്റർ. നിങ്ങൾ ഉണ്ടാക്കിയ ഈ ഇൻഗ്രീഡിയൻസ്, ഈ മിക്സ്ചേഴ്സിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരേ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണോ? അതായത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പറഞ്ഞാൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് കേട്ടോ. ഇതെല്ലാം ഇപ്പോൾ സോളിഡ് ആണെങ്കിൽ എല്ലാം സോളിഡ് തന്നെ ആയിരുന്നു, ലിക്വിഡ് ആണെങ്കിൽ എല്ലാം ലിക്വിഡ് തന്നെ ആയിരുന്നു എന്നാണ് ചോദ്യം. നോ ആണ് ആൻസർ കേട്ടോ. അടുത്തത്, വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് ഇൻ വിച്ച് എ സോളിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്. ഒരു ലിക്വിഡ്, അതായത് വെള്ളം പോലെയുള്ള ഒരു സബ്സ്റ്റൻസിൽ ഡിസോൾവ് ആയ സോളിഡ് ഏതൊക്കെയാണെന്നാണ്. ലൈം ജ്യൂസ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ലൈം ജ്യൂസ് പറയാൻ റീസൺ എന്താ വെച്ചാൽ ഷുഗർ കേട്ടോ. ഷുഗർ അതിൽ അലിഞ്ഞില്ലേ ലൈമിൽ, അല്ലെങ്കിൽ ലൈം ജ്യൂസിൽ. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ORS സൊല്യൂഷൻ, ബ്ലൂ വിട്രിയോൾ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷനൊക്കെ നമുക്ക് എക്സാമ്പിൾ പറയാം. സോളിഡ് ആയിട്ടുള്ളത് വെള്ളം പോലെയുള്ളതിൽ ഡിസോൾവ് ആവണ എക്സാമ്പിൾ ആണ് കേട്ടോ. അടുത്തത്, ആർ ദ എനി മിക്സ്ചേഴ്സ് ഓഫ് ടു സോളിഡ്സ്. ഇനി രണ്ട് സോളിഡ്സ് മാത്രം വരുന്ന ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ പേരാണ്. ഉണ്ട്, യെസ് ആണ്. അടുത്തത്, വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് വിത്ത് മോർ ദാൻ വൺ സോളിഡ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്. ഒന്നിൽ കൂടുതൽ സോളിഡുകൾ ഒരു ലിക്വിഡിൽ മിക്സ് ആയിട്ടുണ്ടോ എങ്കിൽ ഏതൊക്കെയാണ്? ബ്ലൂ വിട്രിയോൾ സൊല്യൂഷൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ, ORS സൊല്യൂഷൻ ആണ് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അടുത്തത്, മിക്സ്ചേഴ്സ് വിത്ത് സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡിന് എക്സാമ്പിൾ ആണ് സോൾട്ട് വാട്ടർ, ഷുഗർ സൊല്യൂഷൻ നമുക്ക് എഴുതാം കേട്ടോ.
blue vitriol solution, potassium permanganate solution, sugar solution, ORS solution. അടുത്തത് മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സ് ആണ്. ഒന്ന് അവർ തന്നിട്ടുണ്ട്, റവ മിക്സ്ഡ് വിത്ത് സോൾട്ട്, അയൺ പൗഡർ വിത്ത് സോൾട്ട്, പാഡി വിത്ത് റവ. അടുത്തത് മിക്സ്ചേഴ്സ് വിത്ത് മോർ ദാൻ വൺ സോളിഡ് ഡിസോൾഡ് ഇൻ ലിക്വിഡ്. ഒന്നിൽ കൂടുതൽ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വെള്ളം പോലെയുള്ള ലിക്വിഡിൽ ഡിസോൾവ് ആയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഏതൊക്കെ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് സോൾട്ട് ഡിസോൾഡ് ഇൻ വാട്ടർ. ബ്ലൂ വിട്രിയോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ പറയുമ്പോൾ അതിൽ വെള്ളം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് മോർ ദാൻ 2 സബ്സ്റ്റൻസ് ആണ് ഇതിൽ വരിക. അടുത്തത് നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് മിക്സ്ചേഴ്സ്. അതിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ റെഡിൽ എഴുതിയിട്ടില്ലേ, അതാണ് മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കോമ്പോണൻറ്റ്സ് ആർ വിസിബിൾ. ഇപ്പം നമ്മളൊരു മിക്സ്ചർ ഉണ്ടാക്കി ആ മിക്സ്ചറിൽ നമ്മൾ അലിയിച്ച സാധനങ്ങളെല്ലാം വിസിബിൾ ആവണത് ഏതൊക്കെയെന്നാണ്. ചോക്ക് പൗഡർ ഇൻ വാട്ടർ. വെള്ളത്തിൽ ചോക്ക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ചോക്ക് പൗഡർ നമുക്ക് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണും, അലിഞ്ഞൊന്നും ചേരില്ല. പാഡി റവ മിക്സ്ചർ, ബംഗാൾ ഗ്രാം ഗ്രീൻ ഗ്രാം മിക്സ്ചർ, അയൺ പൗഡർ സോൾട്ട് മിക്സ്ചർ, ഇതിലെല്ലാം നമുക്ക് വിസിബിൾ ആയിരിക്കും. അടുത്തത് മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കോമ്പോണൻറ്റ്സ് ആർ നോട്ട് വിസിബിൾ അല്ലാത്തത് സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ. അലിഞ്ഞു ചേർന്നാൽ പിന്നെ നമുക്കിത് കാണാൻ സാധിക്കില്ലല്ലോ, അതാണ് കേട്ടോ സോൾട്ട്, ഷുഗർ, ലൈം ജ്യൂസ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ. നെക്സ്റ്റ് ഇനി നമുക്ക് ഇതുപോലെ ഈ ബോക്സ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ, ഗ്യാസ് സൊല്യൂഷൻ. ഒരു സോളിഡും ഒരു ലിക്വിഡും വരുന്ന ആൾക്കാരെ ആദ്യം എഴുതുക. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, ബ്ലൂ വിട്രിയോൾ സൊല്യൂഷൻ. അടുത്തത് ലിക്വിഡ്, രണ്ടും ലിക്വിഡാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്, നമ്മൾ അലിയിക്കുന്നത് ലിക്വിഡാണ്. ആ ലിക്വിഡ് വരുന്നത് വിനീഗർ അവർ തന്നിട്ടുണ്ട്, പെട്രോൾ ആൻഡ് കെറോസിൻ സൊല്യൂഷൻ, ഗ്ലിസറിൻ ആൻഡ് വാട്ടർ. അടുത്തത് ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ ആണെങ്കിൽ ഒന്ന് ഗ്യാസും ഒന്ന് ലിക്വിഡുമാണ്. സോഡ വാട്ടർ, ഓക്സിജൻ ഇൻ വാട്ടർ, അമോണിയ ഇൻ വാട്ടർ, രണ്ടെണ്ണമാണിത്. അടുത്തത് ഗ്യാസ് സൊല്യൂഷൻ എയർ, നാച്ചുറൽ ഗ്യാസ്, ഹീലിയം, നിയോൺ ഗ്യാസ്. Wouldn't you like to know more about different types of solutions? ഇനി അടുത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു സംഭവമാണ് തന്നിരിക്കുന്നത്. പ്രിപ്പയർ ദ ഫോളോയിങ് ആൻഡ് ഒബ്സർവ്. ഇനി ആ ഡൈവേഴ്സിറ്റി ഇൻ സൊല്യൂഷൻ നിങ്ങൾക്ക് വായിക്കാൻ തന്നിട്ട് ജസ്റ്റ് ഫർദർ റീഡിങ്ങിനാണ് വായിച്ചാൽ മതി. ഇനി അതിൻ്റെ ഈ മിക്സർ 1, മിക്സർ 2, മിക്സർ 3 തന്നിട്ടുണ്ട്. മിക്സർ 1-ലുള്ളത് വാട്ടർ വിത്ത് ഷുഗർ ഡിസോൾഡ് ഇൻ ഇറ്റ് ആണ്, വാട്ടറും ഷുഗറും. മിക്സർ 2 സോൾട്ട് സൊല്യൂഷൻ, മിക്സർ 3 വാട്ടർ ചോക്ക് പൗഡർ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ദ മിക്സ്ചേഴ്സ് യു ഹാവ് പ്രിപ്പയർഡ് ആൻഡ് ഡിസ്കസ് ദി ഫോളോയിങ്. ആർ ദീസ് മിക്സ്ചേഴ്സ് അലൈക്ക്? എല്ലാം ഒരേപോലെയാണോ? നോ. വാട്ട് ആർ ദി സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഷുഗർ സൊല്യൂഷൻ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ? അതായത് പഞ്ചസാര വെള്ളത്തിനും ഉപ്പ് വെള്ളത്തിനും ഉള്ളതാണ് കേട്ടോ ചോദ്യം. ആൻസർ: ഷുഗർ ആൻഡ് സോൾട്ട് ഡിസോൾഡ് ഇൻ വാട്ടർ, ദ പാർട്ടിക്കിൾസ് വിൽ നോട്ട് സെറ്റിൽ അറ്റ് ദ ബോട്ടം, ബോത്ത് ആർ ക്ലിയർ സൊല്യൂഷൻ. ഷുഗറും സോൾട്ടും വെള്ളത്തിൽ അലിയുന്നതാണ്. ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് ഷുഗർ ആണെങ്കിലും സോൾട്ട് ആണെങ്കിലും അലിഞ്ഞു ചേർന്നതിന് ശേഷം അത് എവിടെയും നമുക്ക് അടിഞ്ഞുകൂടി കാണപ്പെടില്ല. വെള്ളത്തിൻ്റെ മേലെയോ താഴെയൊന്നും പോയി അടിഞ്ഞു നിൽക്കില്ല, കാരണം നമുക്ക് കാണില്ല, അത് അലിഞ്ഞിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ മിക്സ്ഡ് വിത്ത് ചോക്ക് പൗഡർ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ? അപ്പം എന്താണ് ചോക്ക് പൗഡറും വെള്ളവും സോൾട്ട് സൊല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം? ഇൻ സോൾട്ട് സൊല്യൂഷൻ സോൾട്ട് വിൽ കംപ്ലീറ്റ്ലി ഡിസോൾവ് ഇൻ വാട്ടർ. ഉപ്പ് വെള്ളത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ അലിഞ്ഞ് ചേരും. പക്ഷേ ചോക്ക് പൗഡർ ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ കംപ്ലീറ്റ്ലി ബട്ട് ഇൻ ചോക്ക് പൗഡർ. പക്ഷേ ചോക്ക് പൊടിയാണെങ്കിൽ ഒരിക്കലും വെള്ളത്തിൽ അലിഞ്ഞ് ചേരില്ല, അത് അടിയിൽ പോയിട്ട് അടിഞ്ഞു കൂടി അങ്ങ് നിൽക്കും, നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇനി അടുത്തത്, ഇനി നമുക്ക് ചെയ്യാനുള്ളതാണ് ഷുഗർ സൊല്യൂഷൻ. നമ്മൾ ഉണ്ടാക്കിയ ഷുഗർ സൊല്യൂഷൻ എടുക്കുക. ടേക്ക് ദ സെയിം എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് ഷുഗർ ഇൻ സിമിലർ ഗ്ലാസ് ആൻഡ് കീപ് ഇറ്റ് അൺസ്റ്റിയർഡ്. അപ്പോൾ ഒരു ഷുഗർ സൊല്യൂഷൻ നന്നായി അലിയിച്ചിട്ട് എടുക്കുക. വെള്ളത്തിൽ നന്നായി പഞ്ചസാര ഇട്ട് നല്ല അലിഞ്ഞ് ചേർന്നിട്ടുള്ള ഒരു ഗ്ലാസ് ഷുഗർ സൊല്യൂഷൻ. അടുത്ത ഷുഗർ സൊല്യൂഷൻ എടുക്കേണ്ടത്, ഷുഗർ സൊല്യൂഷൻ എടുത്തു, പക്ഷെ നമ്മൾ ശരിക്കും അതിനെ ഇളക്കി അലിയിപ്പിച്ചിട്ടില്ല, ഷുഗർ അങ്ങനെ ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ, അലിഞ്ഞിട്ടില്ല കേട്ടോ. യൂസിങ് എ സ്ട്രോ കെയർഫുള്ളി ടേസ്റ്റ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് വാട്ടർ വിത്ത് ഡിസോൾഡ് ഷുഗർ ആൻഡ് അൺസ്റ്റിയർഡ് മിക്സ്ഡ് ഓഫ് ഷുഗർ ആൻഡ് വാട്ടർ. ആദ്യം കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയ അലിഞ്ഞു ചേർന്ന പഞ്ചസാര വെള്ളം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. രണ്ടാമത് നമ്മൾ അൺസ്റ്റിയർഡ് പറഞ്ഞാൽ ഇളക്കാത്ത അലിഞ്ഞു ചേരാത്ത ഷുഗർ ആൻഡ് വാട്ടർ വെള്ളം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്താണ് ഡിഫറൻസസ് നോക്കാം. വാട്ടർ വിത്ത് ഡിസോൾവ്ഡ് ഷുഗർ,
അതായത് അലിഞ്ഞു കംപ്ലീറ്റ് പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളം എടുക്കുക. അതിൻ്റെ ടോപ്പ് ആദ്യം മേലെ ഭാഗം കുടിച്ചു നോക്കുമ്പോൾ സ്വീറ്റ് ആയിരിക്കും, മിഡിൽ നടുക്ക് ഭാഗം കുടിക്കുമ്പോഴും സ്വീറ്റ് ആയിരിക്കും, ബോട്ടം അടിയിലെ ഭാഗത്തും സ്വീറ്റ് തന്നെയായിരിക്കും, മധുരം തന്നെ ആയിരിക്കും. ഇനി വാട്ടർ വിത്ത് അൺസ്റ്റിയർഡ് ഷുഗർ, അലിഞ്ഞ് ചേരാത്ത പഞ്ചസാരയാണെങ്കിൽ ടോപ്പിൽ ഏറ്റവും മേലത്തെ ഭാഗത്ത് ഒട്ടും സ്വീറ്റ്നെസ് ഉണ്ടാവില്ല, മധുരം ഉണ്ടാവില്ല. മിഡിലേക്ക് വരുമ്പോൾ നടുവിൽ വരുമ്പോൾ ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും. ഏറ്റവും അടിയിലേക്ക് വരുമ്പോൾ ബോട്ടം ആണെങ്കിൽ വെരി സ്വീറ്റ് ആയിരിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആവശ്യമുള്ളവർ നോട്ട് ചെയ്യുക. അടുത്തത്, ഈസ് ദ സ്വീറ്റ്നെസ് ദ സെയിം എവ്രിവെയർ ഇൻ ദ വെൽ സ്റ്റേർഡ് ഷുഗർ സൊല്യൂഷൻ? നന്നായി ഇളക്കി അലിയിപ്പിച്ച ഷുഗർ സൊല്യൂഷനിൽ മധുരം എല്ലാവിടെയും ഒരേപോലെയായിരുന്നു? യെസ് ആണ്. വാട്ട് അബൌട്ട് ദ ടേസ്റ്റ് ഓഫ് ദ സൊല്യൂഷൻ ടേക്കൺ ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ അൺസ്റ്റേർഡ് ഷുഗർ സൊല്യൂഷൻ? ഇളക്കാത്ത, അതായത് അലിഞ്ഞു ചേരാത്ത ഷുഗർ സൊല്യൂഷൻ്റെ ടേസ്റ്റ്. ദ സ്വീറ്റ്നെസ് വേരീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അൺസ്റ്റേർഡ് ഷുഗർ സൊല്യൂഷൻ. മധുരം പല ഭാഗങ്ങളിലും വ്യത്യസ്തമായിരുന്നു. Aren't the components the same in both? Yet what could be the reason for the difference in taste? രണ്ടിലും കോമ്പോണൻസ് സെയിം ആയിരുന്നോ? എന്തുകൊണ്ടാണ് ടേസ്റ്റിൽ വ്യത്യാസം വന്നത്? അതാണ് ക്വസ്റ്റ്യൻ ആൻസർ. Both the mixtures contain the same components. ഒരേ കോമ്പോണൻസ് ആയിരുന്നു. In the well stirred sugar solution, the sweetness is uniform because the sugar has completely dissolved. നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ പഞ്ചസാര വെള്ളത്തിൽ എന്താ പ്രത്യേകത? മധുരം എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ ആയിരിക്കും, നന്നായിട്ട് ഡിസോൾവ്ഡ് ആയിരിക്കും. ഇൻ ദ അൺസ്റ്റിയർഡ് സൊല്യൂഷൻ ദ സ്വീറ്റ്നെസ് വാരീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സൊല്യൂഷൻ. ഇളക്കി യോജിപ്പിക്കാത്ത സൊല്യൂഷൻ ആവുമ്പോൾ സ്വീറ്റ്നെസ് വ്യത്യാസപ്പെടും. മേലെ സ്വീറ്റ് ആയിരിക്കില്ല, അടിയിൽ സ്വീറ്റ്നെസ് ഉണ്ടാവും. ബിക്കോസ് ദ ഷുഗർ റിമൈൻസ് മോസ്റ്റ്ലി അറ്റ് ദ ബോട്ടം. എന്താണ് റീസൺ? ഷുഗർ മോസ്റ്റ്ലി എവിടെയായിരിക്കും? അടിയിൽ തന്നെ അടിഞ്ഞുകൂടി നിൽക്കുന്നുണ്ടാവും. അടുത്തത്, അനലൈസ് ദ ടേബിൾ ആണ്. നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്താ, ഹെട്രോജീനിയസ് എന്താന്നുള്ളത് ആവശ്യമുള്ളതാണ്. ഹോമോജീനിയസ് പറഞ്ഞാൽ ദ മിക്സ്ചേഴ്സ് ദാറ്റ് ഷോസ് ദ സെയിം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് ഓൾ ഇറ്റ്സ് പാർട്സ് ഈസ് കാൾഡ് ഹോമോജീനിയസ്. അപ്പോൾ നമ്മൾ ഒരു മിക്സ്ചർ എടുത്താൽ അതിൻ്റെ എല്ലാ ഭാഗത്തും, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഷുഗർ സൊല്യൂഷൻ നന്നായി ഡിസോൾവ് ആയിട്ടുള്ള അലിഞ്ഞ് ചേർന്ന ഷുഗർ സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ളത് ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അടുത്തത്, ദ മിക്സ്ചർ ദാറ്റ് ഷോസ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഈസ് കാൾഡ് ഹെട്രോജീനിയസ്. ഒരു മിക്സ്ചർ എടുത്താൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് പല ഭാഗങ്ങളിലും പലതായിരിക്കും. നമ്മൾ അൺസ്റ്റേർഡ് അലിഞ്ഞ് ചേരാത്ത പഞ്ചസാര വെള്ളം പറഞ്ഞില്ലേ, അതുപോലെ ആയിരിക്കും. അങ്ങനെയുള്ളത് ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. അടുത്തത്, examine the following issues based on the concept. Are the mixtures with dissolved salt and that the undissolved salt the same? അലിഞ്ഞ് ചേർന്നതും അലിഞ്ഞ് ചേരാത്ത സോൾട്ടും സെയിം ആണോ? How are they different? No, the mixture with dissolved salt is homogeneous. നന്നായി അലിഞ്ഞ സോൾട്ട് ഉപ്പുവെള്ളമാണെങ്കിൽ അത് ഹോമോജീനിയസ് ആണ്. അലിയാത്തതാണെങ്കിൽ അൺഡിസോൾവ്ഡ് ആണ് കേട്ടോ, ഇത് അൺഡിസൈഡ് അല്ല. ഇത് അൺഡിസോൾവ്ഡ് എന്ന് വായിക്കുക. അൺഡിസോൾവ്ഡ് സോൾട്ട് ആണെങ്കിൽ അത് ഹെട്രോജീനിയസ് ആണ്. ഈസ് ദ മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ്? വൈ? ചോക്ക് പൗഡറിൻ്റെ മിക്സ്ചർ വെള്ളവുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് ഹോമോ ആണോ ഹെട്രോ ആണോ? അത് ഹെട്രോ ആണ്. ഹെട്രോജീനിയസ് ദ ചോക്ക് പൗഡർ, ഒരു കോമ ഇടുക, ദ ചോക്ക് പൗഡർ ഈസ് നോട്ട് യൂണിഫോംലി മിക്സ്ഡ്. കാരണം ചോക്ക് പൗഡർ കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞ് ചേരില്ല. അടുത്തത്, ആർ കമ്പോസ്റ്റ് കോൺക്രീറ്റ് മിക്സ് ആൻഡ് എഡിബിൾ മിക്സ്ചർ ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ്? ഈ കമ്പോസ്റ്റ് കോൺക്രീറ്റ് മിക്സ്ചർ ഇതെല്ലാം ഹോമോ ആണോ ഹെട്രോ ആണോ ചോദിച്ചാൽ ഹെട്രോജീനിയസ് ആണ്. വൈ ചോദിച്ചിട്ടുണ്ട്. ആൻസർ, ദ മിക്സ്ചേഴ്സ് ഇൻ ദീസ് ഐറ്റംസ് ആർ നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് എവ്രിവെയർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഹെട്രോജീനിയസും എഴുതണം. ഹോമോജീനിയസിൽ ലൈം ജ്യൂസ്, ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, വിനീഗർ. ഹെട്രോജീനിയസിൽ ചോക്ക് പൗഡർ സൊല്യൂഷൻ, പാഡി റവ മിക്സ്ചർ, കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മഡി വാട്ടർ. ഇനി നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതാം കേട്ടോ. അടുത്തത് ഈ കുട്ടി പറയുന്നതാണ്, ഓൾ സൊല്യൂഷൻസ് ആർ മിക്സ്ചേഴ്സ് ബട്ട് നോട്ട് ഓൾ മിക്സ്ചേഴ്സ് ആർ സൊല്യൂഷൻ. എന്താ പറയണത്? എല്ലാ സൊല്യൂഷനുകളും മിക്സ്ചേഴ്സ് ആണ്, പക്ഷെ എല്ലാ മിക്സ്ചേഴ്സും സൊല്യൂഷനുകളല്ല എന്ന് പറയണു. വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ടു ദ ചൈൽഡ് സ്റ്റേറ്റ്മെൻറ്റ്? ഈ ചൈൽഡ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോടുള്ള നിങ്ങളുടെ റിയാക്ഷൻ എന്താണ്? റെക്കോർഡ് യുവർ റെസ്പോൺസ് ആൻഡ് എക്സ്പ്ലനേഷൻ ഇൻ യുവർ സയൻസ് ഡയറി. ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആൻസർ നോക്കാം.
Yes, the statement is correct. All solutions are mixtures because they contain two or more substances uniformly. But not all mixtures are solutions. Some mixtures like sand in water or oil in water are not homogeneous mixtures. Only homogeneous mixtures are solution. Homogeneous mixturesനെ മാത്രമേ നമ്മൾ സൊല്യൂഷൻ എന്ന് പറയാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി പാർട്ട് 2-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ക്ലാസ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.